നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കോഴിമുട്ടയ്ക്ക് കേട്ടുകേൾവിയില്ലാത്ത വില ഇനിയും കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് കോഴിമുട്ടയുടെ വില കുത്തനെ ഉയർന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുട്ട വില കുതിച്ചുയർന്നത്. ഉത്തരേന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും കോഴിമുട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെയാണ് കേരളത്തിലും മുട്ട വില കുതിച്ചുയർന്നത്. മാർക്കറ്റിലെ മൊത്ത കച്ചവട നിരക്ക് തന്നെ 7 രൂപയിൽ കൂടുതലായതോടെ ഉപഭോക്താക്കൾക്ക് ഒരു മുട്ടയ്ക്ക് 8 രൂപയെങ്കിലും കൊടുക്കേണ്ട അവസ്ഥയാണ്. ചിലയിടത്ത് 10 രൂപ വരെയും ഈടാക്കുന്നതായും പരാതിയുണ്ട്. ശൈത്യകാലത്ത് മുട്ടയ്ക്ക് പൊതുവെ വൻ ഡിമാൻഡാണ്. കേരളത്തിലും മുട്ടയുടെ ഉപയോഗം കൂടിയെന്നാണ് കണക്ക്. ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ട ഉൽപ്പാദന കേന്ദ്രമായ നാമക്കല്ലിൽ ഉണ്ടായ പക്ഷിപ്പനിയാണ് മുട്ടവില ഉയരാൻ കാരണമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ മാർക്കറ്റുകളിലും നാമക്കല്ലിൽ നിന്നുള്ള മുട്ടയാണ് കൂടുതലായും എത്തുന്നത്. പക്ഷിപ്പനിയെ തുടർന്ന് മുട്ടയുടെ കയറ്റുമതി കുറഞ്ഞതോടെ വിലയും കത്തിക്കയറുകയാണ്. നാമക്കല്ലിൽ 6 രൂപ 40 പൈസയായിരുന്നു മുട്ടവില. കേരളത്തിലെത്തുമ്പോൾ 6 രൂപ 90 പൈസയാകും. 7 രൂപ 10 പൈസ മുതൽ 7 രൂപ 30 പൈസ വരെയാണ് മൊത്ത കച്ചവട നിരക്ക്. നാമക്കല്ലിൽ നിന്ന് ലോഡ് കണക്കിന് കോഴിമുട്ടകളാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ദിനംപ്രതി പോകുന്നത്. ലഭ്യതക്കുറവും കയറ്റുമതിയുമാണ് കേരളത്തിലെ വിപണിയെ ബാധിക്കുന്നത്. സാധാരണ നവംബർ ഡിസംബർ മാസത്തിൽ ഇറച്ചി, മുട്ട എന്നിവയുടെ വില കുറയാറാണ് പതിവ്. എന്നാൽ ഡിസംബറിൽ കേക്ക് നിർമ്മാണം സജീവമാകുന്നതോടെ മുട്ടയുടെ വില വർദ്ധിക്കുന്നത് പതിവാണ്. എന്നാൽ മുട്ടവില ഇത്രയധികം കൂടുന്നത് ഇതാദ്യമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ കഴിഞ്ഞതോടെ മുട്ട കിട്ടാനില്ലെന്നാണ് പരാതി. ഫെബ്രുവരി പകുതിയോടെ മുട്ടവില കുറയും എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾക്കുള്ളത്. വില കൂടിയാലും കോഴിമുട്ടയ്ക്ക് വൻ ഡിമാൻഡാണ് ഉള്ളത്. അപ്പോൾ കോഴിമുട്ടയുടെ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഉടനെ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.